നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായി? എല്ലാം സെറ്റാണ്. നമുക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ വെച്ച് കാണാം. എനിക്ക് കാണണ്ട. ആ മുഖം കണ്ട എനിക്ക് എന്റെ നിയന്ത്രണം തെറ്റും. ഞാൻ വരുമ്പോ താൻ മാസ്ക് ധരിച്ചു വേണം നിൽക്കാൻ. ഓക്കെ, എന്റെ മുഖം ദയ കാണില്ല. ചർച്ച് റോഡിലാണ് ഓഫീസ്. ഓട്ടോക്കാരോട് പറഞ്ഞാ കൊണ്ടുവിടും. പിന്നെ ദയയുടെ ID കാർഡ് കൂടി വേണ്ടിവരും. ആ, അതൊക്കെ എന്റെ ഫോണിൽ കാണും. അതിന്ന് വേണം എടുക്കാം. ശരി, ദയ തനിച്ചല്ലേ വരുള്ളൂ? എന്റെ വീട്ടിൽ നിന്ന് എന്നെ വിളിച്ചുകൊണ്ടിരിക്ക. എന്റെ ഹസ്ബൻഡ് എന്നെ തേടി ഓടി നടക്കുന്നുണ്ട്. ശബരിയേട്ടന്റെ കണ്ണിപ്പെടാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ പാടെ എനിക്ക് അറിയും. ഞാനിപ്പോ തന്നെ ഓഫീസിലേക്ക് വരാം. നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രശ്നങ്ങളൊന്നുമില്ല. അവള് തനിച്ചാ വരുന്നത്. അവൾക്ക് മറ്റാരും അറിയരുതെന്ന് നിർബന്ധമുണ്ടെന്ന് തോന്നുന്നു. എന്നാ നമുക്ക് നീങ്ങിയാലോ? എന്റെ മകന്റെ ഭാര്യയെ വിളക്ക് കൊടുത്ത് ഈ വീട്ടിൽ കയറ്റാൻ നീ ആരടി? അമ്മയായ ഞാൻ ചെയ്യേണ്ട കടമ നീ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് ഞാൻ ചത്തിട്ട് മതി. അമ്മേ, നീ ഇതിലെ എണ്ണയും തിരിയും മാറ്റി വേറെ കത്തിച്ചോണ്ട് വഴി. ഇനി നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങ്. നിന്റെ അനിയന്റെ ഭാര്യയെ ഞാൻ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റണമെങ്കിൽ നിന്റെ ഈ ഭാര്യ എവിടെ ഉണ്ടാവാൻ പാടില്ല. എന്താ മോളെ മടിച്ചു നിൽക്കുന്നത്? ഇത് നിന്റെയും കൂടി വീടല്ലേ? കേറി വാ. അനുചേച്ചി, വാ അനുചേച്ചി. അനുചേച്ചി, വാ അനുചേച്ചി. എന്താ പ്രതിഭേ, നീ ആരോ പിടിച്ചു വലിച്ചതുപോലെ നിന്ന് കളഞ്ഞേ? ഒന്നുമില്ല ചേച്ചി, ഞാൻ സത്യേട്ടനെ വിളിക്കാം. ഹാ, നീ എന്തിനാ സത്യനെ ഇങ്ങോട്ട് വിളിക്കുന്നേ? അനുപം അങ്ങോട്ട് വന്നോളൂ. ആ, നീ ഇങ്ങോട്ട് വാ മോളെ, വാ. ഭാനുമേ, നീ ഇങ്ങോട്ട് വാ. വാ മോളെ. ഏട്ടത്തി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഈ വീട്ടിലെ അന്തരീക്ഷം ഇപ്പൊ തീരെ ശരിയല്ല. പിന്നെ ഇന്ദ്രേട്ടൻ തിരിച്ചു വരുന്നവരെ ഏട്ടത്തി അമ്മയെ കാണാതിരിക്കുന്ന നല്ലത്. അതെന്താ കണ്ട? ഞാൻ അനുപമയെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന്. എല്ലാവരുടെ ഭാഗത്തും പിഴവ് പറ്റിയിട്ടുണ്ട്. അത് പറഞ്ഞു തീർക്കണം. അല്ലാതെ മനസ്സിൽ വെച്ച് പഴിപ്പിച്ച് ഇന്ദ്രൻ വരുമ്പോ ഉപ്പും മുളകും ചേർത്ത് വിളമ്പി കൊടുത്താ പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. ആ, അതാണ് വേണ്ടത്. ഓ, ഒരു പെട്ടോള് ഹർഷ കാരണം ഇതെല്ലാം ഉണ്ടായത്. അവളവിടെ വിളിച്ചു വരുത്തിയതിന് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ അമ്മയെ ചോദ്യം ചെയ്തോ? പണ്ടേ ഈ കുടുംബത്തിന്റെ കരിനിഴൽ അവള്. ഭാനുമ, ഇതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അമ്മയും ഏട്ടത്തിയും തമ്മിലുള്ള പ്രശ്നം അത് ഏട്ടൻ വരുന്നതിന് മുൻപ് പറഞ്ഞു തീർക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മ അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നുണ്ടോ? അതെ, കുറച്ചു മുമ്പ് ദയ ഇവിടെ വന്ന് വഴക്കിട്ട് പോയതേ ഉള്ളൂ. ഇനി അനുചേച്ചിയെ കൂടി കണ്ടാൽ ആന്റി കൂടുതൽ വയലന്റ് ആവാനാണ് സാധ്യത. അല്ല, ദയ എന്തിനാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത്? അവൾക്ക് മുഴുത്ത വട്ടായതുകൊണ്ട്. അനന്തമാഷിന്റെ മക്കൾക്ക്
ഭ്രാന്ത് വന്നാൽ ആണിയടിക്കാനുള്ള ആൽമരമാണല്ലോ ഈ സുശീല. ഇതിനെല്ലാം കൂടി ഉള്ളത് ഒരു ദിവസം അയാൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ഭ്രാന്ത് പിടിച്ച പെൺമക്കളെ അഴിഞ്ഞാടാൻ വിട്ടിട്ട് നിന്റെ ആ തന്തക്കളവൻ എവിടെ പോയി ഒളിച്ചിരിക്കുവാടി? അമ്മേ, അമ്മയ്ക്ക് എന്നെ എന്ത് വേണേലും പറയാം, പക്ഷെ എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറയരുത്. പറഞ്ഞാ നീ എന്ത് ചെയ്യൂടി? എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ മുഖത്ത് നോക്കി ഉത്തരവിറക്കുന്നോടി. മുറ്റോടിക്കുന്ന ചൂലുണ്ട് അപ്പുറത്ത്, അടിച്ചിറക്കുന്നിനെ ഞാൻ. അമ്മേ, അമ്മയ്ക്കൊരു ക്ഷീണം വന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നു കരുതി. ദേ അമ്മ ഒരുപാട് അഹങ്കരിക്കല്ലേ. ഏടത്തി വന്നത് അമ്മയെ കണ്ട് ക്ഷമ ചോദിക്കാനാ. ഏടത്തിക്കൊരു കയ്യബദ്ധം പറ്റിപ്പോയി. അമ്മ അത് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിച്ച് ഈ പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കണം. അതെ അമ്മേ, സംഭവിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് സംഭവിച്ചത്. എന്റെ സമയദോഷം. ഇത്തവണയും എന്റെ കയ്യിൽ നിന്ന് ഹർഷ രക്ഷപ്പെട്ടു. അമ്മ എന്റെ ശത്രുവായി. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, അമ്മയില്ലാതെ വളർന്ന ഞാൻ ഒരിക്കലും അമ്മയെ തല്ലില്ല. അത്രയ്ക്ക് നെറികെട്ടവളല്ല അനുപമ. എന്റെ കഷ്ടകാലത്തിന് പറ്റിപ്പോയ കൈപ്പഴ. അതിന് എന്ത് പ്രായശ്ചിത്തം വേണേലും ചെയ്യാം. അമ്മ എന്നോടൊന്ന് പൊറുക്കണം. നിന്നോട് ഞാൻ പൊറുക്കാനോ? അത് ഈ ജന്മത്തിലുണ്ടാവില്ലടി. ദേ, ഞാൻ കുറ്റിച്ചൂലെടുക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോക്കണം. സുശീല, നീ ഇത്ര മനസാക്ഷി ഇല്ലാത്തവളായി പോയല്ലോ. നിങ്ങൾ വേണ്ടി പോവരുത്. ഇവൾക്ക് പലതിനും സൗകര്യം ചെയ്തു കൊടുക്കുന്നതേ നിങ്ങൾ ഒറ്റയൊരുത്തിയാ. എന്നിട്ടിപ്പോ പ്രായശ്ചിത്തം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നു. ദേ, മര്യാദയ്ക്ക് വിളിച്ചിറക്കി കൊണ്ടുപോക്കാം ഇവിടെ, ഇല്ലെങ്കിൽ ചൂലിനടിച്ച് ഓടിക്കും ഞാൻ. എങ്കി നീ പോയി ചൂലെടുത്തോണ്ട് വാടി. ഞാനൊന്ന് കാണട്ടെ. നീ അടിച്ചിറക്കുന്നത് ഞാനൊന്ന് കാണട്ടെ. കാണിച്ചു തരാം തള്ളേ, കാണിച്ചു തരാം. ആരെയും സോനെ, ഇത് നീ ചെന്ന് തടയി. മനുഷ്യനായ കുറച്ചെങ്കിലും ബോധം വേണം. വാ സത്യേട്ട, ഈ അമ്മയെ കൊണ്ട് തോറ്റു. ഇനി വന്നേ സുശീല പറഞ്ഞ ചെയ്യും. എന്റെ തല പോയാലും ഇവളെ ഈ കുടുംബത്തിൽ പുറത്താക്കിയിരിക്കും. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെടി, എനിക്ക് ഭ്രാന്ത. അനന്തമാഷ്ട മക്കളുടെ ഭ്രാന്ത് എനിക്ക് പിടിവിട്ടു. അമ്മയെ കാണിക്കുന്നോട്ട് ശരിയല്ല. ഇതൊന്നും ഇവിടെ അനുഭവിച്ചു തരാനും പറ്റില്ല. അമ്മ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഭാനുമ്മ എടുത്തി അമ്മ ചൂലെടുത്ത് അടിക്കുന്നത് ബാക്കിയുള്ളവർ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. അമ്മയുടെ മൂത്ത മകൻ കണ്ണടയ്ക്കുമായിരിക്കും, പക്ഷെ സത്യം ന്യായത്തിന്റെ കൂടെ നിൽക്കൂ. അത് അമ്മയായാലും ആരായാലും. കേട്ടല്ലോ? മനസ്സിലായടാ, മനസ്സിലായി. നീ വീണ്ടും നിന്റെ ഏട്ടത്തിയമ്മയെ ന്യായീകരിക്കാന്ന് എനിക്ക് മനസ്സിലായി. നീയേ അത്ര വലിയ മാന്യനാണെങ്കിലേ അമ്മയെ തല്ലിയോളെ ഇവിടെ നിന്ന് ആദ്യം ഇറക്കി വിടടാ. എടുത്തി, ഇത് നല്ല രീതിയിൽ തീർക്കാൻ അമ്മ ഒരിക്കലും തയ്യാറാവില്ല. ഇന്ദ്രേട്ടൻ വന്നാൽ ഇതൊരു തീപ്പന്തമായി ഇന്ദ്രേട്ടന്റെ കൈ കൊടുക്കാനായിരിക്കും അമ്മ ഈ കാത്തിരിക്കുന്നത്. ശരി സത്യ, ഞാൻ തിരിച്ചു പോയിക്കോളാം. ഇതുവരെ ഞാൻ ശിക്ഷിക്കപ്പെട്ടതൊക്കെ ഒരു തെറ്റും ചെയ്യാതെ. ഇപ്പൊ അറിയാതെയാണെങ്കിലും ഒരു തെറ്റെനിക്ക് പറ്റിപ്പോയി. അതിന്റെ ശിക്ഷയായി കത്തിത്തീരാനാണ് യോഗമെങ്കിൽ ഞാനതിന് തയ്യാറായിരുന്നോളാം. ഭാനുമ്മേ, ഒന്ന് കൂടി ചെല്ലൂ. ഈ കുടുംബം എങ്ങനെങ്കിലും ഒന്ന് നിലനിന്ന് കാണാൻ ഞാൻ അവളെ നിർബന്ധിച്ചു കൊണ്ടുവന്ന്. അത് താങ്ങി നിർത്തേണ്ടവള് തന്നെ തച്ചുടയ്ക്കാൻ നോക്കി എന്ത് ചെയ്യും? നിന്റെ കുഴി നീ തന്നെ തോണ്ടാ സുശീലേ, അത് നീ മറക്കണ്ട.